അപ്പോൾ നാം നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്തിയാൽ, നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം തെറ്റാണ് എങ്കിൽ ആ തെറ്റിലൂടെ തന്നെ നമ്മൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ അതങ്ങനെ തന്നെ കണ്ടിന്യൂ ആയിട്ട് പോകും. നേരെ മറിച്ച് അവന്റെ ഹൃദയത്തിലേക്ക് പടച്ച തമ്പുരാനെ കുറിച്ചുള്ള ചിന്ത, അല്ലാഹുവിന്റെ അദാബുകളെ കുറിച്ചുള്ളതായ ഭയം, പാരത്രിക ലോകത്തിൽ അവന് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ അവൻ അല്ലാഹുവിനെ ഓർക്കുകയാണ്. റിമെമ്പറൻസ് ഓഫ് ഗോഡ്, അല്ലാഹുവിനെ കുറിച്ചുള്ള ആ ഒരു ചിന്ത, അവന്റെ ഓർമ്മ ഏതാണോ റബ്ബിലേക്കുള്ള ആ ഒരു ഓർമ്മക്കേട് കടന്നു വരുമ്പോൾ അവനതാ മാറുകയാണ്, മാറാൻ ചിന്തിക്കുകയാണ്. അതാണ് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ഫീ ഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ഫീ അൻഫുസിഹിം. ആളുകൾ അവരുടെ സ്വന്തം നിലപാടിൽ മാറ്റം വരുത്തുന്നത് വരെ അല്ലാഹു അവരുടെ അവസ്ഥയിൽ മാറ്റം വരുത്തുകയില്ല. നമ്മൾ മാറി ചിന്തിക്കുമ്പോൾ അല്ലാഹു അതാ മാറി ചിന്തിക്കുകയാണ്. നമ്മൾ മാറി ചിന്തിക്കാതെ ഏതൊരു പാപത്തിന്റെ പിന്നാലെ അതാ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ മാറ്റം വരുത്താതെ തന്നെ അല്ലാഹു ആ പാതയെ അതാ പിന്തുടരുകയാണ്. നേരെ മറിച്ചവൻ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ അല്ലാഹു അതാ ചിന്തിക്കുകയാണ്, അവൻ നന്നാകാൻ തീരുമാനിച്ചല്ലോ, അതുകൊണ്ട് ഞാനതാ അവനെ നന്നാക്കാനായി പോകുകയാണ്, ഞാനതാ നന്നാക്കാൻ തീരുമാനിച്ചു. ഇത് ഞാൻ പറയുന്നതല്ല, പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഒന്നുകൂടി പറഞ്ഞാൽ, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, ആളുകൾ അവരുടെ സ്വന്തം നിലപാടിൽ മാറ്റം വരുത്തുന്നത് വരെ അല്ലാഹു അവരുടെ അവസ്ഥയിൽ മാറ്റം വരുത്തുകയില്ല. അതേ രീതിയിൽ പിന്തുടർന്ന് പോകുകയാണെങ്കിൽ അവന്റെ അവസ്ഥ അങ്ങനെ തന്നെയാണ്. Indeed, Allah will not change the condition of a people until they change what is in themselves. നമുക്ക് ഇംഗ്ലീഷിലൂടെ അങ്ങനെ പറയാം. Remembrance of the God. Remembrance of God. You could say a remembrance of God can change a person's character. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വ്യക്തിയുടെ ക്യാരക്ടറിൽ ചേഞ്ച് വരുത്താൻ അവൻ ഉദ്ദേശിക്കുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ക്യാരക്ടറിൽ ചേഞ്ച് വരുത്തുന്നത്. Indeed, Allah will not change the condition of a people until they change what is in themselves. അവൻ സ്വമേധയാ അവന്റെ മാറ്റം ചേഞ്ച് വരുത്തുകയാണെങ്കിൽ അല്ലാഹു മാറ്റം വരുത്താൻ നോക്കുകയാണ്. അവന്റെ പാപം അവൻ പിന്തുടരുകയാണെങ്കിൽ അതേ രീതിയിൽ അല്ലാഹു അവന്റെ കണ്ടീഷൻ അനുസരിച്ച് അവനെ ഉയർച്ച കൊടുക്കുകയാണ്. ആ പാപത്തിൽ തന്നെ അങ്ങനെ പോകുകയാണെങ്കിൽ അവൻ അതിൽ ആപതിച്ച് അവൻ നശിച്ചു പോകുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം എന്ന് പറയുന്ന ആ ഹൃദയം മാറ്റുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ മാറ്റാത്തവരുടെ നിന്ന് നമുക്ക് അല്ലാഹു കാവൽ നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.